അസ്സലാമു അലൈക്കും. ഈ വ്ളോഗ് പെരുന്നാളിനെടുത്തതാണ്. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കുളിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷം കിച്ചണിലേക്ക് കയറിയപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് തിക്കിടിക്കുള്ള സാധനങ്ങളും മട്ടൺ ഫ്രിഡ്ജിലിരുന്നതും എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിക്കിടിക്കുള്ളതെല്ലാം തലേന്ന് തന്നെ മാവെല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തിക്കിടി ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഒരുപാട് നേരമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അത് കടുവൊക്കെ വറുത്ത് അതിനരപ്പൊക്കെ തയ്യാറാക്കി ഒഴിച്ച് അത് തിളച്ച് ആ മാവെല്ലാം അതിനകത്തിട്ട് അത് കിണ്ടിയെടുക്കുന്നതാണ് തിക്കിടി. അപ്പോൾ ഇത് വിശദമായിട്ടുള്ള വീഡിയോ വേണമെന്നുള്ളവർ എൻ്റെ ഈ ചാനലിൽ പോയാൽ കാണാവുന്നതാണ്. തിക്കിടി എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിക്കാരുടെ ഒരു സ്പെഷ്യൽ പലഹാരമാണ്. പെരുന്നാൾ ദിവസങ്ങളിലെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് തിക്കിടി. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പലരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. പിന്നെ തിക്കിടിയിൽ ഞാൻ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവെല്ലാം ആ അരപ്പിലോട്ട് ഇട്ട് കൊടുത്ത് അതെല്ലാം നന്നായിട്ട് കിണ്ടിയെടുത്ത് അതെല്ലാം മാറ്റി വെച്ച ശേഷം പിന്നെ തിക്കിടിക്കും നെയ്ച്ചോറിനും ഒക്കെ നെയ്ച്ചോറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആ നെയ്ച്ചോറിനുമൊക്കെ വേണ്ടുന്ന മട്ടനാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് അത് നമുക്കൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ തിക്കിടിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. മട്ടന് വേണ്ടുന്ന ഉള്ളിയും സവാളയും പച്ചമുളകും ഒരു ചെറിയ ക്യാപ്സിക്കവും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുള്ളിയാണ് ഈ മട്ടന് ഞാൻ കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഈ മട്ടൻ വെക്കുന്നത്. പണ്ട് അമ്മമാരൊക്കെ കല്ലിലൊക്കെ വറുത്തരച്ച് വെക്കുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത്. നമ്മൾ പിന്നെ അരിക്കുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ ആ രീതിയിലൊക്കെയാണ് ഇത് വെക്കുന്നത്. അങ്ങനെ അതിന് വേണ്ടുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ എടുത്ത ശേഷം അതൊന്ന് വറുത്തെടുക്കണം. ഒരുവിധം നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് ഈ മട്ടനിലോട്ട് ചേർക്കുന്നത്. അങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും റെയിനുക്കുട്ടൻ്റെ വാപ്പിച്ചയൊക്കെ പള്ളിയിൽ പോകാനായിട്ട് തയ്യാറായി വന്നു കഴിഞ്ഞ് പിന്നെ അവരെ വിട്ടിട്ടാണ് ബാക്കിയുള്ള പണിക്ക് നിന്നത്. അപ്പോൾ അവർ പള്ളിയിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞ് അവർക്ക് സലാമൊക്കെ കൊടുത്ത് പള്ളി വിട്ട ശേഷമാണ് വീണ്ടും ഞാൻ കിച്ചണിലേക്ക് കയറിയത്. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഒരു വലിയ കുക്കർ എടുത്ത് വെക്കാം. അപ്പോൾ 1.5 കിലോ മട്ടനാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ മട്ടനെല്ലാം കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ആ മട്ടൻ കുക്കറിലേക്ക് തട്ടിക്കൊടുക്കാം. പിന്നെ ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളും മസാലപ്പൊടിയും ഒക്കെ ഇതിലേക്ക് തട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലവണ്ണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മട്ടനെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇതിനകത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിവകകളും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചെറുള്ളിയും ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ച് തട്ടിക്കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ തട്ടിക്കൊടുക്കാം. പിന്നെ ടൊമാറ്റോ ഒക്കെ തട്ടിക്കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂടെ കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികൾ മാത്രമല്ല, നമ്മളിത് വെച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മൾ മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ വീണ്ടും ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. കാരണം ഇതിൻ്റെ ഒരളവ് വെച്ച് ചേർക്കുന്നതാണ്. ഉപ്പും എല്ലാം കൂടെ ചേർത്താണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മട്ടനകത്ത്
എല്ലാം പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് അടുപ്പിൽ വെച്ച്, ഇപ്പോൾ ഇവിടുത്തെ മട്ടനൊക്കെ ഒരു വിസിൽ കേൾക്കുമ്പോഴേ വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഒറ്റ വിസിൽ മാത്രമേ ഈ മട്ടന് കേൾപ്പിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളിത് എണ്ണയായിട്ട് ചേർക്കുന്നത് കടുവറുത്താണ് ചേർക്കുന്നത്. അതിനു വേണ്ടി ഇച്ചിരി ഏറെ എണ്ണ തന്നെ ഒഴിച്ച് കടുവറുത്തെടുക്കാം. അപ്പോൾ കടുവും ഒരു ഇച്ചിരി ഉലുവയും കൂടെ ഞാൻ ഇതിലിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്തും ഉള്ളി അരിഞ്ഞതും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം എണ്ണ നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് തീ അങ്ങ് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. ഓഫ് ചെയ്തിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്താൽ കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഈ താളിപ്പാണ് നമ്മുടെ മട്ടൻ കറിയുടെ ഹൈലൈറ്റ്സ്. അപ്പം ഈ മട്ടൻ കറിക്ക് ഈ താളിപ്പാണ് ഏറ്റവും കൂടുതൽ രുചി നൽകുന്ന കാര്യം. അപ്പം നമ്മുടെ മട്ടനൊക്കെ തുറന്ന് നോക്കാം. ഈ സമയത്ത് മട്ടനൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ബാക്കിയുള്ള എല്ലാ ചേരുവകളും വെന്ത് മട്ടനിലോട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ ഇത്രയും ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഒരുവിധം കുറുകി വരുമ്പോഴത്തേന് നമുക്കിതിനകത്തോട്ട് മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് അടച്ചു വെക്കാം. പിന്നെ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം തുറന്നാൽ മതി. അങ്ങനെ അടിപൊളി മട്ടൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിക്കിടി വിളമ്പിയെടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കാര്യങ്ങളായി അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മൾ അടുത്ത കുക്കിങ്ങിന് കയറുന്നത്. അപ്പോൾ ഇനി ഉച്ചയൂണിൽ ഉള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. അതിനായി ഞാൻ ഉണ്ടാക്കുന്നത് ഗീ റൈസാണ്. അപ്പോൾ അതെല്ലാം ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ തലേന്ന് തന്നെ നമ്മൾ ചിക്കനൊക്കെ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചയ്ക്കുള്ള വിഭവങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഗീ റൈസൊക്കെ റെഡിയായി, ചിക്കനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ചവ്വരിയാണ്. ചവ്വരി പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായി 1 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് കഴുകി ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കാം. അതിനുശേഷം നമുക്ക് പായസം ഉണ്ടാക്കാം. പായസത്തിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. ഈ 1/2 ലിറ്റർ പാലിലാണ് നമ്മൾ ഈ സാഗോ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ നമുക്ക് ശർക്കരയിലോ പഞ്ചസാരയിലോ ഒക്കെ ഈ പായസം ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം കുതിർത്തെടുത്തിരിക്കുന്ന ചവ്വരി ഊറ്റിയെടുത്ത് നമുക്ക് ഒരല്പം നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചവ്വരി ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യൊക്കെ ആ ചവ്വരിയിലൊന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. കുഴഞ്ഞു പോകുകയൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് ശർക്കര പാനിയൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ അത് ട്രാൻസ്പെറൻ്റായിട്ട് കിട്ടുന്നതാണ്. ശർക്കര കുറച്ച് മാത്രമേ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ അളവനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ശർക്കര ആദ്യം കുറച്ച് ചേർത്ത് ഒന്ന് കുറുകി വരുമ്പോൾ ബാക്കി ശർക്കരയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകുമ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചൂടാക്കിയെടുത്ത പാലാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ പാലും ഞാൻ ഒഴിക്കുമ്പം കുറേശ്ശേ ഒഴിക്കുന്നുള്ളൂ. ആദ്യം ഒരു പകുതി പാൽ ഒഴിച്ച ശേഷം പിന്നെ ഇതൊന്ന് കുറുകി വരുമ്പോഴാണ് ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ചവ്വരി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി കിട്ടും. അങ്ങനെ നന്നായിട്ട് ഇളക്കി എടുത്ത ശേഷം ചെറു തീയിലിട്ടാണ് നമ്മൾ ഈ പായസം കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ചവ്വരി പായസം വെക്കുമ്പോഴൊക്കെ നമ്മൾ ചെറു തീയിലിട്ട് വേണം വെക്കാൻ. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പായസം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിത് ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് കുറുക്കിയെടുത്തിട്ടുള്ളത്. ചൂട് കട്ടിയുള്ള നല്ലൊരു പാനാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഒരുവിധം നന്നായിട്ട് ആയി കിട്ടിയ ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി കുറുകി വന്ന പായസം നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. ഇനി നമുക്ക് ഇതിന് ഒരു വറവിടാം. അപ്പം തേങ്ങാക്കൊത്തൊക്കെ വേണമെന്നുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചവ്വരി പായസവും റെഡിയായിട്ടുണ്ട്. ചവ്വരി എന്നോ സാഗമെന്നോ ഒക്കെ പറയാവുന്ന പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് ഇത് വിളമ്പിയെടുക്കാവുന്നതാണ്. ഒരല്പം ഏലക്കയും കൂടെ പൊടിച്ചിട്ട ശേഷം നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഊണിനുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ റെഡിയായി. അവസാനം പപ്പടവും കൂടെ ഒക്കെ പൊരിച്ച് ഊണ് കഴിക്കുന്ന തിരക്കിലായി. പിന്നെ അപ്പോൾ ഈ വർഷത്തെ ഈ പെരുന്നാൾ വ്ളോഗ് ഇങ്ങനെയൊക്കെയായിരുന്നു. ഇതൊക്കെയായിരുന്നു പെരുന്നാളിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.